ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നമസ്തേ പ്രിയ കുടുംബമിത്രങ്ങളെ, ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു കഥ നളദമയന്തിമാരുടെ പൂർവജന്മത്തെക്കുറിച്ചാണ്. പണ്ട് അർബുദജലം എന്നു പേരുകേട്ട പർവ്വതത്തിന് സമീപത്തായി ആഹുകൻ എന്ന കാട്ടുവാസി താമസിച്ചിരുന്നു. അയാളുടെ പത്നിയാണ് സുചരിതയായ ആഹുക. ആഹുകനും ആഹുകയും ഉത്തമരായ ശിവഭക്തരായിരുന്നു. ഒരിക്കൽ രണ്ടാളും കൂടി ഭക്ഷണ ശേഖരണാർത്ഥം സഞ്ചരിച്ച് വളരെ ദൂരം മുന്നോട്ട് പോയി. തിരികെ ഗൃഹത്തിലെത്തിയപ്പോൾ സമയം സന്ധ്യയോടടുത്തിരുന്നു. ക്ഷീണിതരായ അവർ ശങ്കരപൂജ ചെയ്ത ശേഷം ആഹാരം കഴിക്കാൻ ഇരുന്നപ്പോൾ ഒരു സന്യാസി അവിടെ എത്തി. സച്ചിന്താഗതിക്കാരായ ആഹുകനും പത്നിയും സന്യാസിയെ ആദരപൂർവം സ്വീകരിച്ചു. എങ്ങും ഇരുട്ട് വ്യാപിച്ചു. സന്യാസി വര്യൻ ഭയവിഹുലനായി അവരോട് പറഞ്ഞു, ഇന്ന് രാത്രി താമസിക്കുവാൻ എനിക്കിവിടെ ഇടം തരണം. പ്രഭാതമാകുമ്പോൾ ഞാൻ ഭയമില്ലാതെ പൊയ്ക്കൊള്ളാം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകും. സന്യാസിയുടെ വാക്കുകൾ കേട്ട ആഹുകൻ, അവിടുന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഇത്രയും ചെറുതായ ഒരു സ്ഥലത്ത് അങ്ങ് എങ്ങനെ സുഖമായി താമസിക്കും എന്ന് ചോദിച്ചു. ആഹുകന്റെ മറുപടി കേട്ട സന്യാസി അവിടെ നിന്നും പോകുവാൻ തീരുമാനിച്ചു. എന്നാൽ ആഹുക പത്നി തൻ്റെ പതിയോട് അതിഥിയെ വിഷമിപ്പിക്കരുത് എന്നും അത് ധർമ്മക്ഷയമാകുമെന്നും ബോധ്യപ്പെടുത്തി. ചെറിയ വീടാണെങ്കിലും രണ്ടുപേർക്ക് കഴിയാമെന്നും പതിയും സന്യാസിയും കൂടി അകത്ത് കഴിയുമ്പോൾ താൻ കാവൽക്കാരിയായി വെളിയിൽ നിൽക്കാമെന്നും ആ സാധി വെളിപ്പെടുത്തി. പത്നിയുടെ വാക്കുകൾ മംഗളകരമാണെന്ന് ആഹുകന് തോന്നി. പക്ഷേ ഹിംസമൃഗങ്ങളുള്ള കാട്ടിൽ ഒരു സ്ത്രീയെ കാവൽക്കാരിയായി നിർത്തിയിട്ട് ഗൃഹനാഥൻ അകത്തിരിക്കുന്നത് ശരിയല്ലല്ലോ. ഋഷിയെ വിഷമിപ്പിക്കാനും വയ്യ. കണ്ടിട്ട് അദ്ദേഹം സാധാരണക്കാരനായ മുനി അല്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ പുറത്തേക്ക് അയക്കുന്നതും പത്നിയെ കാവൽ നിർത്തുന്നതും രണ്ടും ധർമ്മത്തിന് നിരക്കുന്നതല്ല. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ വിധം ചിന്തിച്ചുകൊണ്ട് ആഹുകൻ പത്നിയെയും സന്യാസിയെയും ഗൃഹത്തിനുള്ളിലാക്കി ആയുധധാരിയായി പുറത്ത് കാവൽ നിന്നു. അർദ്ധരാത്രിയിൽ സ്വൈരവിഹാരം നടത്തുന്ന ധാരാളം മൃഗങ്ങൾ അവിടെ വന്നു. അവയിൽ പലതിനെയും ആഹുകൻ തൻ്റെ ആയുധപാടവത്താൽ പരാജയപ്പെടുത്തി. സാമർഥ്യം എത്രയുണ്ടെങ്കിലും വിധിനിശ്ചയം തടുക്കുവാൻ ആർക്കും കഴിയില്ല. ക്രൂരമൃഗങ്ങളോട് ഏറ്റുമുട്ടിയ ആഹുകൻ ഒടുവിൽ ആ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി തീർന്നു. നേരം പുലർന്നപ്പോൾ സന്യാസി വര്യനും ആഹുകനും കണ്ടത് മൃഗങ്ങൾ ബാക്കി വെച്ചുപോയ ആഹുകന്റെ ശരീരമാണ്. യതിവര്യന് ആ ദുരന്തം അസഹനീയമായി തോന്നി. എന്നാൽ സാധിയായ പതിവ്രതയായ ആഹുക കഠിന ദുഃഖം ഉള്ളിലൊതുക്കി ധൈര്യത്തോടെ സന്യാസി ശ്രേഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു, ഇത്രയധികം ചിന്തിക്കാൻ ഒന്നുമില്ല. അങ്ങേക്ക് യാതൊരു ആപത്തും വരാതെ കാക്കുവാൻ എൻ്റെ പതിക്ക് സാധിച്ചുവല്ലോ. അതിഥിയെ രക്ഷിച്ച് മരണം വരിച്ച എൻ്റെ പതി സ്വജീവിതം ധന്യമാക്കി തീർത്തു. ഞാനും അദ്ദേഹത്തിൻ്റെ പാതയിൽ പോകുകയാണ്. പതിയെ അനുഗമിക്കുവാൻ ഇത് സ്ത്രീയുടെ സനാതനധർമ്മമാണ്. അങ്ങ് പരിപൂർണ സംതൃപ്തിയോടെ എനിക്കായി ചിതയൊരുക്കൂ. ആഹുക പത്നിയുടെ ധർമ്മോത്കൃഷ്ടമായ വാക്കുകൾ കേട്ട മുനിവര്യൻ അവൾക്കായി ചിതയൊരുക്കി. അഗ്നിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയ ആഹുകയുടെ മുന്നിൽ മുനിവര്യൻ സ്വരൂപം പ്രകടമാക്കി. ആഹുക ദമ്പതികളെ പരീക്ഷിക്കാൻ വന്ന സാക്ഷാൽ പരമശിവനായിരുന്നു ആ മുനി. തൻ്റെ ഭക്തരുടെ കർമ്മത്തിലും ധർമ്മത്തിലും അതീവ സന്തുഷ്ടനായ ശ്രീ ശങ്കരൻ ആഹുകയ്ക്ക് എന്ത് വരം കൊടുക്കാനും തയ്യാറാണെന്ന് അറിയിച്ചു. ഭഗവാൻ ശങ്കരനെ നേരിൽ കണ്ട ആ സാധിക്ക് ആനന്ദത്താലും ഭയഭക്തിയാലും ഒന്നും തന്നെ ഉരിയാടാൻ കഴിഞ്ഞില്ല. ആഹുകയുടെ മനസ്സുകണ്ട ഭഗവാൻ യതീശ്വരനായി വന്ന് നിങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച ഞാൻ നിങ്ങളുടെ ധാർമ്മിക കർമ്മസ്ഥൈര്യം പരീക്ഷിക്കുകയായിരുന്നു. അതിൽ വിജയിച്ച നിങ്ങൾ വരും ജന്മത്തിലും ദമ്പതികളായി തീരും. അന്ന് ദൂരസ്ഥലങ്ങളിൽ പാർക്കുന്ന നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഞാനൊരു ഹംസമായി അവതരിക്കും. ആഹുകൻ നിഷധ ചക്രവർത്തിയായ വീരസേനപുത്രനായി നളൻ എന്ന നാമത്തിൽ അറിയപ്പെടും. വിദർഭ രാജാവിൻ്റെ പുത്രിയായ ദമയന്തിയായി നീയും ജനിക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആഹുക ദമ്പതികൾ പൂജിച്ചിരുന്ന ശിവലിംഗത്തിലേക്ക് അന്തർദാനം ചെയ്തു. മഹാദേവന്റെ അരുളപ്പാടനുസരിച്ച് ആഹുകൻ നിഷധരാജതനയനായ നളനായും ആഹുക വിദർഭ രാജപുത്രിയായ ദമയന്തിയായും പിറവിയെടുത്തു. ഇതുവരെയും ഇണക്കി ചേർക്കാൻ സുവർണഹംസമായി പരമേശ്വരനും അവതരിച്ചു. ഹരേ കൃഷ്ണ.